നിത്തു ഉറങ്ങിയിട്ടില്ല. വാ ഉറങ്ങിയ പോലെ കെടുക്കാണ്. വാ ഒറിജിനൽ സൗണ്ട് കട്ടാക്കും. ഹലോ ഫ്രണ്ട്സ്, ദേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ കൂടെ നിത്തും കണ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ തുടങ്ങിയ കാരണം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ പരമാവധി വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും ഇരുന്നിട്ട് ഫോൺ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ഫോണൊക്കെ മേടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴുത്ത മാങ്ങയൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പഴുത്ത് തന്നെ അപ്പം തന്നെ നമ്മളത് വെറുതെ ചെത്തി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചും കൂടി മാങ്ങ ഉണ്ട് പഴുത്തത്. അപ്പോൾ നമുക്കിന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസൊക്കെ അടിക്കാൻ പോവാണ്. ഒരു പാത്രത്തിലെടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ചിലതിലൊക്കെ ഒരു ഇത്തിരി പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതും കൂടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടുണ്ടെങ്കിൽ ശരിയായിക്കോളും. അപ്പോൾ കാരണം നിത്തും മാങ്ങ ഒക്കെ കഴിക്കുന്നുണ്ട്. മാങ്ങ ജ്യൂസ് അടിക്കാം അല്ലേ? മാങ്ങ കഴുകണം. ചോണൊക്കെ കളയുണ്ടോ? ചോണൊക്കെ കളയണം. നല്ല ചോണ ഉണ്ടാവും. നന്നായി കഴിക്കാം. നല്ലത് പോകുള്ളൂ. ജ്യൂസ് നനയണ്ട. രണ്ടാളും മത്സരിച്ചിട്ടുള്ള കഴുകലാണ് കേട്ടോ മാങ്ങ. പതുക്കെ പതുക്കെ അതൊക്കെ വെള്ളമാക്കല്ലേ? രണ്ടാളും നന്നായി കഴുകിയതാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ജ്യൂസാണ്. ഓ, നമ്മളെ മാങ്ങ തൊലി കളയാനുള്ള പ്ലേറ്റ്. മാങ്ങ മാത്രം ഇടാം. കാലാവസ്ഥ ഫുള്ള് രാത്രിയാണ്. കുഴച്ച് മിസ്സാക്കി തിന്നുക. അവിടെ വെച്ചോ. സമയം ഇപ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടുണ്ട്. ആള് വന്നിട്ടില്ല. ഇനി നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് തോല് ചെത്തി സെറ്റാക്കാം. ഉപ്പിലിട്ടത് ആണെങ്കിൽ പച്ച വേണം. ഇത് പഴുത്ത മാങ്ങ. നമുക്കത് ജ്യൂസാണ്. ഏത് പച്ച കളറേ ഉള്ളൂ, പക്ഷെ പച്ചയല്ല. ഇത് കുറച്ച് ബുദ്ധിയാണ് കേട്ടോ. പച്ച കളറാണ്, പക്ഷെ മാങ്ങയുടെ ചില മാങ്ങയുടെ കളറ് പച്ച കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിത്തു പഴുത്തിട്ടില്ല എന്നൊക്കെ അവരൊന്ന് പറയാം. ഒരേശില്ല. തോല് ചേർത്തിട്ട് കൈ മാറ്റിക്കോ. തോല് ചേർത്തിട്ട് നിത്തു ഇങ്ങനെ മാങ്ങ ചെത്തുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണമൊക്കെ ഉണ്ട്. ആൾക്ക് അങ്ങനെ വെറുതെ മാങ്ങ നമ്മൾ ചെത്തി കൊടുത്താൽ അങ്ങനെ കഴിക്കുകയൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ജ്യൂസൊക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ ആൾക്ക് പഞ്ചസാര കഴിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ പഴുത്ത് മാങ്ങ അങ്ങനെ കഴിക്കില്ല.
അമ്മക്കറിയില്ല. അമ്മക്കറിയില്ല? അപ്പൊ ഇത് ഇഷ്ടല്ല? ഇതൊക്കെ ഇഷ്ടല്ല. ഇക്കുണ്ടാക്കാന്നറിയാം. ഫസ്റ്റ് അമ്മച്ചൻ്റെ കൂടെ പോയപ്പോഴേ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അല്ല, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി, മാങ്ങയിട്ട്, പഴുത്ത മാങ്ങയിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്ത് രസമായിരുന്നു അല്ലേ? വീഡിയോ ഇട്ട് അത് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴല്ല, മുന്നേ പഴയതിലാണ് വീഡിയോ ഇട്ടുള്ളത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അമ്മമ്മ കറി വെച്ചിട്ട് അമ്മമ്മ ഉണ്ടാക്കിയിട്ട് അതെന്ത് രസമായിരുന്നു അല്ലേ? അടിപൊളി. ഉപ്പിലിട്ട മാങ്ങ. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല അമ്മമ്മ നല്ല അടിപൊളിയിൽ അച്ചാറുണ്ടാക്കും. മാങ്ങച്ചാറുണ്ടാക്കും, കടുമാങ്ങ ഉണ്ടാക്കും. അന്ന് എന്താ പറയാ, അവിടുന്ന് 2 ചാക്ക് മാങ്ങ ഒക്കെ അല്ലേ ഓടുന്നത്? ഒരു ചാക്ക. അത് മാങ്ങ ഓടുന്നത് പന്താവിടുന്ന് ശ്യാമളമ്മ ഒരു ചാക്ക് വീട്ടിൽ നിന്ന് വരുമ്പോ അവിടുന്ന് ദിവസം ഞങ്ങൾക്ക് കളിച്ചാൻ പോയപ്പോ ഒരു മാങ്ങ കിട്ടിയാണ്. ശ്രീദേവ് അല്ലെ, ശ്രീദേവ് ഏട്ടൻ 3 മാങ്ങ കിട്ടി ഞങ്ങൾക്ക്. ആ 3 മാങ്ങ നിങ്ങൾ എന്ത് ചെയ്ത്? ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്. ഉപ്പിലിടാറ്? ഇങ്ങനെ ഉപ്പിലിടണ്ട്. ആദ്യം ഒരു ഉപ്പിടാ, എന്നിട്ട് മാങ്ങ നല്ല അറിവാട്ടാ. മൂത്ത മാങ്ങല്ലേ, നല്ല മൂവാണ്ട മാങ്ങ കിട്ടണം. ആ മൂത്ത മാങ്ങ നന്നായിട്ട് കല്ലുമ്മ വെച്ചിട്ട് അടിക്കുക. ഒരു തുണി കെട്ടിയിട്ട് കല്ലുമ്മ വെച്ചിട്ട് അടിക്കുക. അതില് അത് പൊട്ടിയതിന്റെ ശേഷം പിന്നെ അതില് നമ്മുടെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ അടിക്കുക. അപ്പൊ ഇതല്ലേ എന്താ പറയാ, ഇത് ഒഴിക്കണ്ട, എന്താ പറയാ, നാരങ്ങല്ല, അല്ല വെളിച്ചെണ്ണ. ഇത് ലാസ്റ്റ് അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് മുളകും ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിക്കാം. അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാം 2 മാങ്ങ കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ വീട്ടിന്റെ മുമ്പിൽ കൂടെ ഓട്ടോറിക്ഷ ഒക്കെ പോണ് അല്ലമ്മ, അടുത്ത് വിട്ടേരി. അത് നല്ല രസമാണ്. നല്ല മൂത്ത മാങ്ങ അങ്ങനെ ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്ന അടിപൊളി ടേസ്റ്റാണ്. അത് നല്ല കോമ്പിനേഷൻ. എന്താ പറയാ, എനിക്കിഷ്ടം ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് നല്ല ഇഷ്ടം. ഈ പഴുത്ത മാങ്ങ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ അത് അച്ഛനൊന്നും അത്ര ഇഷ്ടമല്ല. അച്ഛനൊന്നും അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ല. ചിലവർക്ക് ഇഷ്ടമല്ല. നിത്തോന് ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി? എത്ര സത്യം പറ, 100. അങ്ങോട്ട് വീഴല്ല, നേരെ ഇരിക്കും. സൂപ്പർമാനാണ്. നല്ല പഴുത്ത മാങ്ങ. എവിടേക്കാണ് ഇത്തു? മാങ്ങ കഴുകണ്ട, കഴുകിയിട്ടാണ് ഞാൻ മുറിച്ചത്. വേണ്ട, കൊണ്ട നിത്തു എന്നാ കൊണ്ട. മാങ്ങ കഴുകിയിട്ടാണ് മുറിക്കണത്. ഇനി കഴുകണ്ട. തോല് ചെത്തിണ്ടെങ്കിൽ പിന്നെ കഴുകണ്ട. അത് ഈ മാങ്ങയല്ല, അത് അടിച്ചിട്ട് നമ്മള് മുളകൊക്കെ ഇട്ട് കഴിക്കണത് അത് മൂത്ത മാങ്ങ. ഇത് പഴുത്ത മാങ്ങല്ലേ. വ്യത്യാസം എന്താ വെച്ചാല് പഴുത്ത മാങ്ങ നല്ല പഴുത്ത തന്നെ. അപ്പൊ അങ്ങനെ ചെയ്താലും മാങ്ങ ഒക്കെ ചളിപ്പിളിയാവും. മാങ്ങ കടിക്കണ മറ്റേ പീലർ ഉണ്ടെങ്കിൽ സുഖം. പക്ഷെ നമ്മളത് മേടിച്ചിട്ടില്ല ഇതുവരെ. നമുക്കൊന്ന് മേടിക്കണം. അതാകുമ്പോ ഇങ്ങനെ വരണ്ടി എടുത്താൽ മതി. അമ്മ ചൈനട്ടില്ലേ, ഇതിന് സിമ്പിളാണ്. ഇത് പൊട്ടിച്ചാണ്. ഇന്നലെ ഒരു സാധനം ഉണ്ടാവും, അത് തിന്നതാക്കാൻ മതി. കച്ചേക്കില്ല, നമുക്കത് മേടിക്കണം കേട്ടാ. ചൈനക്ക് പോവോ? അതെ, ഇനി കടയിൽ പോകുമ്പോ മേടിക്കണം. നമ്മളധികം കത്തി തന്നെ ഉപയോഗിക്കാറ്. ചൈനയില് എന്നിട്ടൊരു സാധനം ഉണ്ട്, അത് തിന്നതാക്കി 5 എണ്ണായി. ലാസ്റ്റ് 5 എണ്ണക്ക് 3, 4, 5 ആണ് 5.
അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയുടെ തോലൊക്കെ കട്ട് ചെയ്ത് ചെത്തി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ട് മുറിക്കാം, കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിക്കാം. കുറച്ചധികം വലുതായി മുറില്ല. മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇതൊക്കെ പുളിയുണ്ടോ? മധുരമുള്ളൂ. പുളിയുണ്ടോ? കാരണം മധുരമുള്ളൂ. ഇത് പുളിയാ. ഇത് പുളിയുണ്ടോ? നോക്ക്, നല്ല ഉണ്ട്. കണ്ടും പുളു പുളിയുണ്ട്. അത് വേറെ വേറെ മാങ്ങയുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് എടുക്കുക. മിക്സി ജാർ മിക്സി വരുമ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങ ഒക്കെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള റെസിപ്പികൾ ഇനി പഞ്ചസാരയൊക്കെ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വല്ലാതെ മധുരം അങ്ങോട്ട് ചേർക്കണില്ല. ചെറിയൊരു പുളി ഉണ്ട് മാങ്ങയ്ക്ക്. അപ്പോൾ പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് മധുരം ഇടാം. പിന്നെ അച്ഛനാണെങ്കിൽ അത്ര മധുരം വേണ്ട. അപ്പോൾ പിന്നെ അധികം മധുരം ഒന്നും ഇടണില്ല, കുറച്ച് മതി. നിത്തു വാ. നിത്തുന്റെ ഗായകൻ Spider-Man. ടേസ്റ്റ് ഉണ്ടാവോ? സ്പൈഡർമാൻ സ്പൈഡർമാൻ കടിച്ചു. ഇത് ഇറങ്ങിക്ക് അവിടെ ഇരിക്കാം. മാങ്ങ പാലിന് അവഞ്ചേഴ്സ് പാന്തറ. ഫസ്റ്റ് ട്രിപ്പിൽ ആദ്യത്തെ ജാറിൽ മുഴുവനും അവിടെ കൊള്ളില്ല. പിന്നെ അത് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ ആകെ പരക്കും, തെറിച്ചു പോകും. അപ്പോൾ അത് കാരണം 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുകയാണ്. എന്ത് പാട്ടാ? ലോകത്തില്ലാത്ത പാട്ടാണ്. നമ്മ ചെറിയ ടേസ്റ്റ് കുടിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, സൂപ്പർ. കുടിച്ചോട്ടെ. കൊണ്ടല്ല 6 മണിക്കൂർ.
അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ആ യെല്ലോ കളറ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ, ഒരു നല്ലൊരു ഭംഗി കേട്ടോ കളറിങ്ങനെ കാണാൻ. ഇതാ നമുക്കതിനൊരു ഗ്ലാസ്സിലേക്ക് ആക്കാം. ഗ്ലാസ്സിലേക്കൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി മാങ്ങ കിട്ടുമ്പോൾ നമ്മുടെ എന്താ പറയുക മാംഗോ പുഡിങ് ഉണ്ടാക്കണം, മാങ്ങയുടെ പുഡിങ്. ഞാനതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഞാനങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇനി ഒരു ദിവസം പുഡിങ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഒരു ജ്യൂസൊക്കെ അടിച്ച സ്ഥിതിക്ക് നമുക്ക് സ്ട്രോ ഒന്നുമില്ല കേട്ടോ, കുറച്ച് കട്ടിയിലാണ് ഞാൻ അടിച്ചെടുത്ത്. പിന്നെ സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാം. പിന്നെ ചെറുക്കന്മാർക്ക് ഇനിയിപ്പോൾ ഒരു കാണുമ്പോൾ ഒരു കുറച്ചൊരു ഭംഗിയൊക്കെ ആക്കി ഒരു വൈറ്റ് പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ വെച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. രണ്ടും കൂടി ഉമ്മർത്തിരുന്ന് ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പാക്കിയിട്ടില്ല, അത്യാവശ്യം പാകത്തിനുള്ളൊരു തണുപ്പേ ഉള്ളൂ. അങ്ങനെ അവർക്കും ഇഷ്ടമായി. ഇനി ഞാനും കുടിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.